ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി പരിപാടിക്കാണ് പോകുന്നത്. അതായത് JCI എറണാകുളം ക്യൂൻസ് ബീൻ സംഘടിപ്പിക്കുന്ന 5 AM ഗ്ലിപ്പിൻ്റെ ഭാഗമായ റൈസ് ആൻഡ് ഡാൻസ് സെക്ഷനിലേക്കാണ് ഇന്ന് നാം പോകുന്നത്. അതായത് രാവിലെ പുലർച്ചെ 5 മണിക്ക് എണീറ്റ് ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നത് തന്നെ ഒരു പ്രത്യേക ഫീലാണ് അല്ലേ? നല്ലൊരു പോസിറ്റീവ് എനർജിയോടെ ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് കരുതിയാണ് അല്ലെങ്കിൽ ഈ ദിവസം തുടങ്ങാമെന്ന് കരുതിയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് വേഗം വൈറ്റില ഡെക്കാത്തലോണിലേക്ക് വിട്ടാലോ? അങ്ങനെ നമ്മൾ ഡെക്കാത്തോണിൽ എത്തിയിട്ടോ. നോക്കി 5 മണിക്ക് എല്ലാവരും ഉറക്കമൊക്കെ മാറ്റിവെച്ച് മടിയൊക്കെ മാറ്റിവെച്ച് വന്നിട്ടുള്ളത് നോക്കി. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് തോന്നും അല്ലേ? നമുക്ക് ഉറങ്ങാനാണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഉന്മേഷം നൽകുന്ന ഓരോ പ്രോഗ്രാമുകളും പങ്കെടുക്കുമ്പോഴാണില്ലേ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളും നല്ല നിമിഷങ്ങളും കിട്ടുക. ഇതാ അങ്ങനെ നമ്മൾ ഡെക്കാത്തോണിൽ എത്തിയിരിക്കുന്നത് കണ്ടല്ലോ. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. എങ്കിലും ഇവിടെ നല്ല ആവേശമാണ്. കാണുമ്പോൾ തന്നെ അറിയാലോ, ഒരു പ്രത്യേക ഫീലല്ലേ. ഒരുപാട് പേര് ഇതിനോടകം തന്നെ എത്തിയിട്ടുമുണ്ട്. സ്ത്രീകളുടെ ആരോഗ്യത്തിനും ഉന്മേഷത്തിനും വേണ്ടിയുള്ള ഇത്തരം കൂട്ടായ്മകളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അത്യാവശ്യം തന്നെയാണ് അല്ലേ? പൊതുവെ എല്ലാവർക്കും നല്ല മടിയാണല്ലോ. അപ്പോൾ അങ്ങനെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും വേഗം തന്നെ വാക്കപ്പിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. പിന്നെ അങ്ങനെ ഔപചാരികമായുള്ള ആ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് സ്പോൺസേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ സംസാരിച്ച് അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങാറായിട്ടോ. നല്ല നല്ല സ്റ്റെപ്പുകളും ഡാൻസും ഒക്കെ ആയിരുന്നുകൊണ്ട് നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഉന്മേഷം തന്നെ നൽകുന്നുണ്ട്. അങ്ങനെ വലിയ മടുപ്പൊന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പരിപാടിയുടെ ഏറ്റവും ഊർജ്ജസ്വലമായ നിമിഷങ്ങളാണ്. അതും നമ്മുടെ തൃപ്പൂണിത്തറ ദമരു സ്കൂൾ ഓഫ് ഡാൻസിലെ ദീപ്തി കൃഷ്ണയാണ് കേട്ടോ. ദീപ്തി കൃഷ്ണ ആൻഡ് ജോഡിയില്ലേ, അവരാണ് ഈ സെക്ഷൻ നയിക്കുന്നത്. ഇതൊരു സാധാരണ ഡാൻസ് ക്ലാസ് അല്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? മറിച്ച് എന്താണ്, മനസ്സിനും ശരീരത്തിനും നല്ല ഉണർവ് നൽകുന്ന ഒരു ഫ്രീ സ്റ്റൈൽ സെക്ഷനാണല്ലേ. സത്യം പറഞ്ഞാൽ പ്രായഭന്യേ എല്ലാവർക്കും ഈ താളത്തിനൊത്ത് ചുവട് വെക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. ഒന്ന് നോക്കി, ശരിക്കും വിയർത്ത് ഷൈൻ ചെയ്ത് നമ്മൾ ആ സമയം ശരിക്കും ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ പൊതച്ചു മൂടി കിടന്ന് ഉറങ്ങിയാൽ ഈ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടുമോ? ഇല്ല. അങ്ങനെ നമുക്ക് ഈ 1 മണിക്കൂർ, ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂറായിരുന്നു കേട്ടോ ഈ പ്രോഗ്രാം. ഒരു കുറച്ച് നേരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോയൊരു നിമിഷമായിരുന്നു കേട്ടോ. അങ്ങനെ ആവേശകരമായ ആ ഡാൻസ് ക്ലാസ് സെക്ഷൻ കഴിഞ്ഞു. ശരിക്കും ഒരു ഫ്രഷ് ഫീലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മുടെ ഡെയിലി ലൈഫിന് വലിയൊരു ബൂസ്റ്റ് തന്നെ നൽകും കേട്ടോ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ടൊന്ന് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല വീഡിയോസിൽ നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്നും പറയാതിരിക്കരുത് കേട്ടോ. നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ. കൂടാതെ എൻ്റെ ഈ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അങ്ങനെ നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഈ കാണുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും, കാരണം അവിടെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് വിടുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടേതായൊരു മനസ്സിന് ഒരു സന്തോഷം തോന്നുന്നത്. ആരുടെയും മുന്നിൽ കയറി എന്ത് പ്രസൻറ്റ് ചെയ്യാനും നമുക്കൊരു നാണമില്ലാതെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ, അല്ലാതെ ഒരു മടിയില്ലാതെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ഒരു ഉന്മേഷവും ഒരു ആവേശവും ഒക്കെ പുറത്തേക്ക് വരിക. അങ്ങനത്തെ ഒരു സെക്ഷനായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം കുറേ പേരുടെ മുന്നിൽ ഒരു ഡാൻസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ആൾക്കാർക്കും ഭയങ്കര ചമ്മലായിരിക്കുമല്ലോ. ഞാൻ ആ കൂട്ടത്തിലല്ല കേട്ടോ. എനിക്കൊന്നും അറിയില്ലെങ്കിലും ഞാൻ എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടാവും കേട്ടോ. അത് അതൊരു പോരായ്മയായിട്ട് ഞാൻ ഒരിക്കലും കാണാറില്ല കേട്ടോ. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ അറിവ് നൽകുക. അതുകൊണ്ട് ഞാൻ എന്ത് കാര്യത്തിനും പുറകോട്ട് പോകുന്നൊരു വ്യക്തിയല്ല. എന്ത് കാര്യത്തിനും എനിക്കറിയില്ലെങ്കിൽ ഞാൻ ചോദിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ ആയിരിക്കണം നമ്മളുള്ള എല്ലാവരും. കാരണം അപ്പോഴാണ് നമുക്ക് അറിവുകൾ നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയല്ലാതെ ഒരിക്കലും കുറഞ്ഞു പോവില്ല. ഓരോന്ന് ചോദിച്ചും കേട്ടും അറിഞ്ഞും മനുഷ്യർ മുന്നോട്ട് പോകണം. അങ്ങനെ ഈ സെക്ഷൻ കഴിഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. ഓരോ പ്രോഗ്രാമുകളുണ്ടായിരുന്നു. ഇതാ നമ്മുടെ ദീപ്തിയാണിത്.
ഡാൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ എന്തോ ഒരു സമ്മാനം ഗിഫ്റ്റ് കൊടുക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സായ ഒരാൾക്ക് കിട്ടി. അങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. പാലപ്പവും സ്റ്റൂ കറിയും ചായയും പിന്നെ നമ്മുടെ ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസുകളൊക്കെ കണ്ടോ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ്. അപ്പം ടാറ്റ, ബൈ ബൈ, സീ യു.